ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ചൂട് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ടല്ലേ? ഹായ്, നല്ല തണുത്ത കാറ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ ചൂടായ കാരണം അകത്തിരിക്കാതെ പുറത്ത് ഇറയത്താണ് ഇരിക്കണേ. പിന്നെന്താ, ഇപ്പോൾ എനിക്ക് 8 മാസം സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ചെറിയ ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ കണ്ടൻറ്റിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിന്ന് എന്താ പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനല്ല, എനിക്കിങ്ങനെ എന്താ പറയുക, ഞാനും പ്രഗ്നൻ്റ് ആണല്ലോ. അപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ കുറച്ച് എന്താ പറയുക, ശ്രദ്ധിക്കണം. കാരണം ആ ടൈമിൽ അവർ കുറേ ഫിസിക്കലിയും ഇമോഷണലിയും അതുപോലെ മെൻ്റലിയും കുറച്ച് സ്ട്രെസ്സും കാര്യങ്ങളും ടെൻഷനും കാര്യങ്ങളൊക്കെ കടന്നു പോകുന്നൊരു ടൈമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ നല്ലോണം സംസാരിക്കുന്നവർ, റിലേറ്റീവ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും ഒക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണം അവർക്കത് പെട്ടെന്ന് അവരുടെ മൈൻഡിൽ അത് ലൈഫ് ലോങ്, നമ്മളെന്തെങ്കിലും ഹേർട്ട് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ അത് ലൈഫ് ലോങ് അവരുടെ മൈൻഡിൽ നിൽക്കാൻ ഉള്ള ചാൻസ് ഉണ്ടെന്നല്ല, നിൽക്കും. അപ്പോൾ നമ്മൾ അതിനൊന്നും അവസരം കൊടുക്കാതെ, ചിലപ്പോൾ നമ്മൾ ദേഷ്യത്തിൽ പറയുന്നതായിരിക്കാം, നമ്മളിപ്പോൾ അടുത്ത ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ ദേഷ്യത്തിൽ പറയുന്നതായിരിക്കാം, പക്ഷെ അവരുടെ മൈൻഡിലത് ഒരു ഇതായിട്ട് കിടക്കും. അപ്പോൾ ഞാൻ പറയട്ടെ എന്തൊക്കെയാണ് ആദ്യം. ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് കുറച്ച് കാര്യങ്ങളുള്ളൂ. അപ്പോൾ ഇത് എൻ്റെ ലൈഫിൽ നടന്നു എന്നല്ല ഞാൻ പറയുന്നത്, മൊത്തത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങനെ വേണം. അതൊന്ന് മൈൻഡിൽ വെച്ചിട്ട് വേണം സംസാരിക്കാനായിട്ട്. കുറച്ച് കെയറൊക്കെ കൊടുക്കേണ്ട ടൈമല്ലേ. അപ്പോൾ അങ്ങനെ ഓക്കെ. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് എന്താ, നമ്മളിപ്പോൾ ഞാനാണെങ്കിൽ ഞാൻ എൻ്റെ കാര്യം പറയുകയാണ്. അപ്പോൾ ഞാൻ ചേച്ചിമാരുടെ അടുത്ത് അല്ലെങ്കിൽ അങ്ങനെ ഡെലിവറി കഴിഞ്ഞ ആൾക്കാരുടെ അടുത്ത് ഞാൻ ചോദിക്കും, അങ്ങനെയായിരുന്നു എന്നൊക്കെ പറയും. ചോദിക്കും. അപ്പോൾ ഭാഗ്യത്തിന് ആരും, എനിക്കറിയാം അത് സിമ്പിളായിട്ടുള്ള പ്രോസസ്സ് അല്ല എന്ന്, എന്നാലും ഞാൻ ചോദിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് ഭാഗ്യത്തിന് ഞാൻ ചോദിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഒന്നും അത് ജസ്റ്റ് അതങ്ങനെ ഇങ്ങനെ ഒക്കെ പറയുള്ളൂ. പക്ഷെ ഉണ്ടാവായിരിക്കാം, അയ്യോ അത് ഭയങ്കര വലിയ കാര്യമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ യൂട്യൂബിൽ തന്നെ ഡെലിവറി സ്റ്റോറി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കൊടുത്താൽ ഒരുപാട് എക്സ്പീരിയൻസുകൾ, മീൻസ് ഒരുപാട് കഥകൾ വരും. അതിലൊക്കെ നമുക്ക് കാണാം, അവർ കരയുന്നതും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണിച്ച് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു, പല പല സീനുകളും, പല എന്താ പറയുക, ഭയങ്കര നമ്മളെ പറഞ്ഞ് പേടിപ്പിക്കും. അതാണ് ഞാൻ ഒരു വട്ടം കണ്ടിട്ടുണ്ട്, ഒരാളുടെ കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല. കാരണം എനിക്കറിയാം, അത് പറഞ്ഞതൊക്കെ കേട്ടിട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് സംഭവം അറിയാം, ഭയങ്കരമായിട്ട് പെയിനായിരിക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെ അറിയാം. പക്ഷെ ഞാൻ അതിനെപ്പറ്റി ആലോചിക്കാറില്ല. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോഴും ദൈവം സഹായിച്ചു, ഭാഗ്യത്തിന് ഐ ആം സോ ലക്കി എന്ന് പറയും. ഭാഗ്യത്തിന് ആരും എൻ്റെ അടുത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, അങ്ങനെ ഇങ്ങനെ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ ജസ്റ്റ് സിമ്പിളാണ്, യു ക്യാൻ, അല്ലെങ്കിൽ സിമ്പിൾ നോർമലാണ് ഒക്കെ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയൊക്കെ നമ്മൾ സപ്പോർട്ട് കൊടുത്തിട്ട് വേണം പറയാനായിട്ട്. യൂട്യൂബിൽ നമുക്ക് വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് പലരും അങ്ങനെയൊക്കെ ഡ്രാമാറ്റിക്കായിട്ടൊക്കെ പറയുന്നുണ്ട്. അത് ശരിയാവാം, പക്ഷേ അങ്ങനെ ഇരിക്കുന്ന ഒരാളുടെ അടുത്ത് അത് കേട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ പ്രഷറും കാര്യങ്ങളൊക്കെ കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ ടൈമിൽ അങ്ങനെ ചോദിക്കാറില്ല കേട്ടോ. ഒരു 3rd ട്രൈമസ്റ്റർ 2nd ട്രൈമസ്റ്ററിലൊക്കെ ചോദിക്കാറുണ്ട്. 3rd എത്തിയപ്പോഴത്തേക്കും ഞാൻ നിർത്തി, അങ്ങനത്തെ വീഡിയോസ് കാണലും നിർത്തി. ഇപ്പോൾ ഫുള്ള് ധൈര്യം സംഭരിക്കുക. ഓക്കെ, അപ്പോൾ എനിക്കത് കുഴപ്പമില്ല, ഞാൻ കാണാറും അതിനെപ്പറ്റി മൈൻഡ് ആക്കാറുമില്ല. അങ്ങനെ അപ്പോൾ നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ പറയരുത്, വലിയ സംഭവമാണ്, പെയിനാണ്, കാര്യങ്ങളാണ്, ഭയങ്കര അങ്ങനെയൊന്നും പറയരുത്. പറഞ്ഞവർക്ക് എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് കുഴപ്പമില്ല, പക്ഷേ കുറച്ചുകൂടി ഏജ് ആയിട്ടുള്ള ഇവർക്ക് ചിലപ്പോൾ ആൺകുട്ടി പെൺകുട്ടി അങ്ങനെയൊക്കെ ജെൻഡർ മീൻസ് അങ്ങനെയൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അത് കണ്ടിട്ട് ആൺകുട്ടി ആയിരിക്കാം പെൺകുട്ടി ആയിരിക്കാം എന്നൊക്കെ പറയുമായിരിക്കും. ചിലപ്പോൾ അവരുടെ ആഗ്രഹവും അങ്ങനെ, ചിലവർക്ക് ആൺകുട്ടി വേണം, ചിലർക്ക് പെൺകുട്ടി വേണം,
അങ്ങനെയൊക്കെ ഉണ്ടാവാം. അപ്പോൾ നമുക്ക് നല്ലോണം ടെൻഷൻ ഉണ്ടാവും. ഇപ്പോൾ അയ്യോ ഇപ്പോൾ അവർക്ക് ആൺകുട്ടീനാണല്ലോ ഇഷ്ടം, ഞാൻ എന്താ ചെയ്യുക, ചിലപ്പോൾ അങ്ങനെ പെൺകുട്ടി ആയാലോ, അല്ലെങ്കിൽ അവർക്ക് പെൺകുട്ടീനാണ് ഇഷ്ടം, ചിലപ്പോൾ ആൺകുട്ടി ആയാലോ, എന്താ ചെയ്യുക, അങ്ങനെയൊക്കെ ഓരോ ടെൻഷൻ വന്നിട്ടേ അത് ഭയങ്കരമായിട്ട് നമുക്ക് എപ്പോഴും ടെൻഷൻ ടെൻഷൻ വിചാരിച്ചിരുന്നാൽ അറിയാലോ, നമുക്ക് ഒരുപാട് കുട്ടിക്കായാലും ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പാരിസൺ. അതായത് നമ്മുടെ ഫാമിലിയിലോ നമ്മുടെ എന്താ പറയുക അയൽവക്കോ അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ അടുത്തല്ല മീൻസ് ക്ലോസ് ആയിട്ട് നമുക്ക് അവരെ പ്രഗ്നൻസി പീരീഡ് അറിയുന്ന ആൾക്കാർ വെച്ച് നമ്മൾ അങ്ങനെയുള്ള പ്രഗ്നൻ്റ് ആയിരുന്ന ആൾക്കാരെയും ഇപ്പോൾ എന്നെയും ഇനി അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് അറിയില്ല കേട്ടോ. ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ പറഞ്ഞത് മനസ്സിലാക്കി കൊടുക്കാമെന്ന് അതെനിക്ക് ഭയങ്കര പിടുത്തില്ല. ഞാൻ ഉദ്ദേശം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മുൻപ് പ്രഗ്നൻ്റ് ആയിരുന്ന ഒരാളുടെ പ്രഗ്നൻസി പീരീഡും അതായത് പിന്നെ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഒരാളുടെ പ്രഗ്നൻസി പീരീഡും വെച്ചിട്ട് കമ്പയർ ചെയ്യരുത്. അതായത് ഫോർ എക്സാമ്പിൾ അവർ ഈ സമയത്ത് നല്ല ഛർദിയായിരുന്നു, ഇതെന്താ നിനക്ക് ഛർദി ഇല്ലാത്ത, അല്ലെങ്കിൽ അവർ ഈ സമയത്ത് ഛർദി ഉണ്ടായില്ല, നിനക്കെന്താ ഛർദി, അങ്ങനെയൊക്കെ ഫോർ എക്സാമ്പിളാണ് കേട്ടോ പറയുന്നത്. അതുപോലെ ചിലർക്ക് ഫുൾ ടൈം ക്ഷീണമായിരിക്കും, നല്ലോണം ക്ഷീണമായിരിക്കും. അപ്പോൾ വേറൊരാളെ വെച്ച് കമ്പയർ ചെയ്യും, അവർക്ക് ക്ഷീണം ഉണ്ടായില്ല നിനക്കിങ്ങനെ, അല്ലെങ്കിൽ ആ ചേച്ചിക്ക് ഉണ്ടായില്ല നിനക്കെന്താ ഇങ്ങനെ, അങ്ങനെയൊക്കെ ചിലപ്പോൾ കമ്പാരിസൺ ഉണ്ടാവാം, കമ്പയർ ചെയ്യാം. അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യരുത്. എല്ലാവർക്കും ഡിഫറെൻ്റാണ്. ചിലർ സിമ്പിളായിട്ട് ഈ 9 മാസം അവർക്ക് കടന്നു പോകും. ചിലർ സ്റ്റാർട്ടിങ് തൊട്ട് ഈ 9-ാം മാസം ലേബർ റൂമിൽ വരെ വൊമിറ്റ് ചെയ്ത് ഛർദ്ദിക്കുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ എല്ലാവർക്കും എല്ലാം ഡിഫറെൻ്റാണ്. ചിലർ ഒരു കുഴപ്പമില്ലാതെ 9 മാസം കടന്നു പോകും, ചിലർക്ക് എല്ലാം പ്രശ്നങ്ങളായിരിക്കാം. അപ്പോൾ എല്ലാവരും ഒരുപോലെയല്ല, എല്ലാവരും ഫിസിക്കലി ഫിറ്റായിരിക്കില്ല. ചിലത് ഡെലിവറി കഴിഞ്ഞാലും സിമ്പിളായിട്ട് നോർമൽ ലൈഫിലേക്ക് വരും. ചിലർക്ക് അങ്ങനെ പറ്റില്ല. അറിയാണ്ട് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്നൊക്കെ കണ്ടിട്ടേ ഫോണിലൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടേ ഉള്ളൂ, ഓരോരുത്തരുടെ റീൽസിലും കാര്യങ്ങളൊക്കെ. ഞാൻ കണ്ടിട്ടില്ല, അപ്പോൾ അറിയില്ല. അപ്പോൾ അത് എല്ലാവർക്കും അങ്ങനെ വരണമെന്നുമില്ല. അതും ആർക്കും വരാതിരിക്കാനും എല്ലാവർക്കും വരണമെന്നില്ല. പക്ഷെ എല്ലാവർക്കും എനിക്കറിയില്ല കേട്ടോ. ഓക്കെ, സംഭവം മനസ്സിലായില്ലോ. ഇനി അടുത്തത് പിന്നെ ഗർഭിണികൾ പൊതുവെ ഞാൻ ഫസ്റ്റ് ആദ്യത്തെ 3 മാസം 3 മന്ത്സ് ഫുഡ് കേൾക്കുമ്പോൾ എനിക്ക് പറ്റില്ലായിരുന്നു. ചൂട് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ, അതാണ് ഞാൻ മുടിമുള്ള കെട്ടി വെച്ചു. ഇതൊക്കെ വേർത്തതാണേ. ഓക്കെ, അപ്പോൾ നമ്മളെന്താ പറഞ്ഞേ, ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 3 മാസം എനിക്ക് അല്ല ഛർദി കാര്യങ്ങളൊക്കെ ഉള്ളവർക്കൊന്നും കഴിച്ചാൽ ശരീരത്തിൽ പിടിക്കണമെന്നില്ല, ഫുള്ള് ഛർദിച്ച് കളയാണല്ലോ. അപ്പോൾ ആദ്യത്തെ 3 മാസം നമുക്ക് ഫുഡിനോട് താല്പര്യം ഉണ്ടാവില്ല. എനിക്ക് ഒന്നിനും ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടും ഛർദി എനിക്ക് കാര്യമായിട്ടുണ്ടായിരുന്നില്ല, ടേസ്റ്റ് ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഫുഡൊക്കെ എല്ലാം നമുക്ക് കഴിക്കാൻ തോന്നുമൊന്നുമില്ല. അപ്പോൾ അതാണ് ആദ്യത്തെ 3 മാസം നമുക്ക് ഫുഡ് ഭയങ്കര കുറവായിരിക്കും. നെറ്റ് കയറുണ്ടോ? ഓക്കെ, ആദ്യത്തെ 3 മാസം നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ ഭയങ്കര മടിയായിരിക്കും. പിന്നെ സെക്കൻഡ് ട്രൈമസ്റ്റർ എന്ന് പറയുമ്പോൾ അടിപൊളി ടൈമാണ്. 4, 5, 6 മാസങ്ങൾ അടിപൊളി എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളി. നമുക്ക് എനർജിയൊക്കെ ഡബിളായിരിക്കും. നമുക്ക് ഒരു പണി എടുക്കണമെങ്കിൽ നമ്മൾ 2 ആളുടെ പണി എടുക്കും. അത്രയ്ക്ക് നമ്മൾ സൂപ്പർ അടിപൊളിയായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യും. അതുപോലെ നമുക്ക് ആ ടൈമിൽ നല്ല ട്രാവൽ ചെയ്യാൻ പറ്റും. കുഴപ്പമില്ലാത്തൊരു ടൈമാണ്. ആദ്യത്തെ 3 മാസമാണല്ലോ നമുക്ക് റിസ്ക് പീരീഡ് എന്ന് പറയുന്നത്. മിസ്കാരേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഈ 4, 5, 6 മാസങ്ങൾ നല്ല സേഫായിരിക്കും. അപ്പോൾ നമുക്ക് ആ ടൈമിൽ ഫുഡ് നമ്മൾ സൂപ്പറായിട്ട് കഴിക്കും.
അതായത് രണ്ടാൾക്കുള്ള ഫുഡൊക്കെ നമ്മൾ കഴിക്കും. അതിപ്പോൾ നമ്മൾ ആരും നമ്മുടെ അടുത്ത് വന്ന് നിർബന്ധിച്ചില്ലെങ്കിൽ നമ്മൾ കറക്റ്റ് ടൈമിന് നമ്മൾ ഫുഡ് കഴിക്കും. അപ്പോൾ അങ്ങനെ കഴിക്കുന്ന സമയത്ത് ഇപ്പോൾ കൂടുതലും നമ്മുടെ അമ്മമാർക്കൊക്കെ അറിയാം നമ്മൾ ഫുഡ് കഴിക്കുന്ന, അവരും ഈ ടൈം കഴിഞ്ഞ് വന്നതാണല്ലോ, അമ്മമാർക്കും ചേച്ചിമാർക്കൊക്കെ അറിയാം. സമയത്ത് ബോയ്സിന് ഇതറിയില്ല. അതായത് എൻ്റെ അടുത്ത് ഹസ്ബൻഡ് ഞാൻ ചോറുണ്ണുമ്പോൾ പറയും, എടുക്കുമ്പോൾ പറയും, നീ ഇത്രയും കഴിക്കൂ. അതുപോലെ നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഓരോന്നും കഴിക്കാൻ ഭയങ്കര ക്രേവിങ്സ് ആണ്. എനിക്ക് ആ സമയത്ത് ഇന്ന ഫുഡ് വേണമെന്നില്ല, പക്ഷേ എല്ലാം കഴിക്കും. അപ്പോൾ ഞാൻ ഓരോന്നും കഴിച്ച ദഹിക്കുന്നതിന് മുന്നേ അടുത്തത് വേണമെന്ന് പറയും. അപ്പോൾ ഞാൻ സ്ഥലം ഉണ്ടാ, ഇത് കഴിക്കുമോ, ബാക്കി വയ്ക്കരുതാ, അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കും. കാരണം അവരെന്ന് പറയുമ്പോൾ ആ സമയത്ത് കോൺസ്റ്റിപ്പേഷൻ, ദഹനക്കേടും അതുപോലെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ചോദിക്കുന്നത്. കെയറിങ് ആണ്. പക്ഷേ നമുക്ക് ആ സമയത്ത് എനിക്കിപ്പോൾ അത് മനസ്സിലായി. അതെനിക്ക് മനസ്സിലായത് കെയറും കാര്യങ്ങളൊക്കെയാണ്, നമ്മൾ കളിയാക്കി ചോദിക്കുന്നതൊന്നുമല്ല. അത് അവർ അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് അറിയാം. പക്ഷേ ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ നല്ലോണം ഫുഡ് കഴിക്കണം, നല്ലോണം കൊതി തോന്നിയിരിക്കുന്ന സമയത്താണ് നമ്മുടെ അടുത്ത് അങ്ങനെ ചോദിക്കുന്നതെങ്കിൽ നല്ല വിഷമാവും. കളിയാക്കുന്നതാണോ, അതുപോലെ എന്താ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ബോഡി ഷേമിങ് ഒക്കെ ചെയ്യില്ലേ, അതുപോലത്തെ ഒരു ഫീൽ വരും. അത് ഭയങ്കര വിഷമം വരും. അപ്പോൾ നമ്മളൊരിക്കലും ഗർഭിണിയുടെ അടുത്ത് ഫുഡിൻ്റെ കാര്യത്തെ പറ്റി ചോദിക്കരുത്. ഫുഡ് കഴിക്കണില്ലെങ്കിൽ കഴിക്കാത്ത ടൈം കഴിക്കി നിർബന്ധിക്കാം നമുക്ക്. പക്ഷേ ഓവറായിട്ട് കഴിക്കുമ്പോൾ ഇത് കൺട്രോൾ ചെയ്ത് ഇതെന്തോ കഴിക്കുന്നത്, ഇത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയരുത്. ഓക്കെ, ഭയങ്കര ഫീലാവും, നമുക്ക് വിഷമവും. ഇത്രേ ഉള്ളൂ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ താങ്ക് യു.